അല്ല, ഒരു ജനകീയ സമരത്തെ സർക്കാർ എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾ ഇന്നലെ ലോകം മുഴുവൻ കാണുകയുണ്ടായി. വളരെ സമാധാനപരമായി സമരം ചെയ്ത സമരപന്തലിലേക്ക് ഇടിച്ചു കയറുകയും ഇവിടെയുള്ള ആളുകളെ ആക്രമിക്കുകയും അവരെ ബലമായി പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും ഇവിടെ ഉപവാസ സമരം അനുഷ്ഠിച്ച മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ഞാനുൾപ്പെടെയുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ ഒരു വിഷയമാണ്. ഈ വനമേഖലകളിലുള്ള പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളാണ്. അവർ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയ്ക്ക് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് വന്യജീവികളുടെ ആക്രമണം. എത്ര പേരാണ് മരണപ്പെട്ടത്? 100 കണക്കിന് ആളുകളാണ് മരണപ്പെട്ടത് ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക്. അപ്പോൾ സർക്കാർ എവിടെയാണ്? അതിന് അടിയന്തിരമായിട്ടുള്ളൊരു പരിഹാരമുണ്ടാക്കാൻ, ശാശ്വതമായി അതിനൊരു രൂപരേഖ തയ്യാറാക്കാൻ സർക്കാരിന് ഇതുവരെ കഴിയുന്നില്ല. വനം വകുപ്പ് മന്ത്രിക്കോ സർക്കാരിനോ അതിനുള്ളൊരു താല്പര്യമില്ല. ഈ പാവപ്പെട്ടവർ ആരോടാണ് പ്രതിഷേധിക്കേണ്ടത്? ആ ആളുകൾ മരണപ്പെടുമ്പോൾ അവരുടെ മരണപ്പെട്ട ഇന്ദിരയുടെ ഭർത്താവും അവരുടെ മകനും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാത്യു കുഴൽനാടനും ഡീൻ കുര്യാക്കോസും ഞാനും ആ മൃതദേഹവുമായി ഇവിടെ ഈ ഗാന്ധി സ്ക്വയറിൽ വന്നിരുന്നത്. ഇത് ജനങ്ങൾ കാണട്ടെ, ഈ പ്രതിഷേധം സർക്കാർ അറിയട്ടെ, അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉചിതമായ നടപടികൾ ഉണ്ടാകട്ടെ. ഇനി ഒരാളും ഈ വന്യജീവികളുടെ ശല്യം മൂലം മരണപ്പെടരുത്. ആ കുടുംബത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഈ പ്രതിഷേധം നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ മന്ത്രിമാരോ ഈ ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ, സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു മരണം മാത്രമായി അതും മാറുമായിരുന്നു. ഇവിടെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ, ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും സംഘടിച്ചപ്പോഴാണ് 2 മന്ത്രിമാർ വന്നത്, ഉദ്യോഗസ്ഥന്മാർ വന്നത്, ശാശ്വതമായി നടപടികൾ ഉണ്ടാകും എന്ന് അവർക്ക് പറയേണ്ടി വന്നത്. ഇപ്പം എന്താ? ഇപ്പം അവരുടെ മൃതദേഹം ഞങ്ങൾ കൊണ്ടുവന്നത് അത് അനാദരവാണ് എന്നാണ് പി രാജീവ് പറയുന്നത്. ഈ മരിച്ചുപോയ മനുഷ്യരോട് കരുണയില്ലാതെ പ്രവർത്തിച്ച നിങ്ങളെ ഞങ്ങൾ എന്താ വിളിക്കുക? പി രാജീവിനെയും ഈ സർക്കാരിനെയും ഞങ്ങൾ എന്താ വിളിക്കുക? ഏത് രീതിയിലാണ് ജനങ്ങൾ നിങ്ങളെ കാണുന്നത്? മനുഷ്യത്വരഹിതമായിട്ടുള്ള, മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ദിവസം ഉണ്ടായത്. ആ മൃതദേഹം ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ആളുകൾക്ക് പൊതുദർശനത്തിനും, ഇത് ആനയുടെ ചവിട്ടേറ്റ് സർക്കാരിൻ്റെ കൃത്യവിലോപം കൊണ്ട്, അവരുടെ ഉദാസീനത കൊണ്ടുണ്ടായ മരണത്തിൽ ജനങ്ങളുടെ പ്രതിഷേധവും ആ കുടുംബത്തിൻ്റെ പ്രതിഷേധവും പിന്നെ എവിടെയാണ് പ്രകടിപ്പിക്കേണ്ടത്? അത് പ്രകടിപ്പിച്ചാണ് ഇന്നലെ. അതിനാണ് ഈ അക്രമം മുഴുവൻ ഉണ്ടാക്കിയത് പോലീസ്. ജാമ്യമില്ലാത്ത വകുപ്പിട്ട് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു, ഇടാവുന്ന കലാപ ആഹ്വാനം നടത്തി, ഇടാവുന്ന എല്ലാ വകുപ്പുകളിലോട്ട് കേസെടുത്തിരിക്കുകയാണ്. പക്ഷേ പ്രോസിക്യൂഷന് കോടതിയിൽ APP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്നലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ വെളുപ്പിന് 2:30 മണിക്ക് ഹാജരാക്കിയപ്പോൾ ഇതൊന്നും പറയാൻ സാധിച്ചില്ലല്ലോ. മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായ കമന്റ് എത്രത്തോളമാണ്? അപ്പോൾ ഇതെല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരും ഈ വിഷയങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലൊരു ബോധമുണ്ട്. ആ ബോധത്തെയൊക്കെ സർക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കാം എന്നുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ്. കള്ളക്കേസെടുത്തും പോലീസിനുപയോഗിച്ച് ഗുണ്ടാപ്രവൃത്തി നടത്തിയും അക്രമം നടത്തിയും ഈ സമരം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനുമാണ് സർക്കാരും പോലീസും തീരുമാനിക്കുന്നതെങ്കിൽ ഇന്നിവിടെ നടക്കുന്നത് ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരമാണ്. ഇതിനപ്പുറത്ത് അവർ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ചടിക്കാൻ എറണാകുളത്തെ കോൺഗ്രസിനും UDFനും കെൽപ്പുണ്ട് എന്ന് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ് സർക്കാരും പോലീസും ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് തെരുവിൽ ഏറ്റുമുട്ടാം എന്നാണ് സർക്കാരിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചെറുവള്ളി താഴത്ത് നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനമായി ഇവിടെ എത്തിച്ചേരുകയും ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഈ സമരം ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ശാശ്വതമായ പരിഹാരം 10 ലക്ഷം രൂപയ്ക്ക് ഇന്ദിരയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുത്താൽ അതുകൊണ്ട് മാത്രം ആ കുടുംബത്തിന്റെ പ്രശ്നം തീരോ? നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം തീരോ? ഈ വന്യജീവി അക്രമം എല്ലാ സ്ഥലത്തും, വടാട്ടുപാറയിലും കുട്ടമ്പുഴയിലും എല്ലായിടത്തും ഉണ്ടല്ലോ. ആളുകൾ അവരുടെ ദൈവാധീനം കൊണ്ട്, അവരുടെ ആയുസിന്റെ ബലം കൊണ്ട് ആളുകൾ ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അല്ലാതെ സർക്കാരിന്റെ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ടല്ല.
ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം കൊണ്ടല്ല, ദൈവാധീനം കൊണ്ട് ആ പാവപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുന്നതാണ്. ഇനിയും ആളുകൾ കൊല്ലപ്പെട്ടാൽ ഈ സമരം അതിശക്തമായി മുന്നോട്ട് പോകും. ഈ സർക്കാരിനെ ഒരു കാര്യം കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ശാശ്വതമായ പരിഹാരം ഈ വനാതിർത്തിയിൽ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇട്ട് ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ശാശ്വതമായ പരിഹാരം നൽകി അവരുടെ മക്കൾക്ക് ജോലി നൽകി ആ കുടുംബത്തെ സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്ത ബോധമാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതുണ്ടായില്ലെങ്കിൽ ഈ സമരം തുടരും, അതിശക്തമായി മുന്നോട്ട് പോകും.